ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശീയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, യൂദാ ജനം എങ്ങനെ അവിശ്വസ്തതയുടെ നഗരമായി മാറി. ദൈവം ജനത്തിൻ്റെ വഴിതെറ്റിയ ജീവിതത്തെക്കുറിച്ചോർത്ത് വിലപിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 24-ാം തിരുവചനമാണ്. അവിടുന്ന് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സൈന്യങ്ങളുടെ കർത്താവ്, ഇസ്രായേലിൻ്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന വാക്കുകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നലെ പറഞ്ഞു വെച്ചത് ജനത്തിൻ്റെ അവിശ്വസ്തതയെക്കുറിച്ചും പ്രഭുക്കന്മാരുടെ കൊള്ളരുതായ്മയെക്കുറിച്ചും വിശ്വസ്ത ജനം എങ്ങനെ അവിശ്വസ്തതയായി ജീവിച്ചു എന്നുമെല്ലാം നമ്മൾ കാണുകയാണ്. നിങ്ങളെ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ അനന്തമായ സ്നേഹത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്നതിലും ഉപരിയാണ്. ഇവിടെ ദൈവം നമ്മുടെ അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ഉയർത്തും. എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും. എൻ്റെ വൈരികളുടെ മേൽ ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നു: നിനക്കെതിരെ ഞാൻ എൻ്റെ കരമുയർത്തും. ചൂളയിൽ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും. ചൂളയിൽ എന്നതുപോലെ അഗ്നിയിൽ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും. നിന്നിലെ വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. വളരെയേറെ അർത്ഥമുള്ളതാണ് ഈ വിലകെട്ട ലോഹം എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ വിലകെട്ട ലോഹമെന്ന്? നിന്നിലെ വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. തുടർന്ന് പറയുന്നത്, നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകരെയും ആദിയിൽ എന്നതുപോലെ ഞാൻ പുനഃസ്ഥാപിക്കും. നിന്നെ വിശുദ്ധ നഗരമെന്നും അല്ലെങ്കിൽ വിശ്വസ്ത നഗരമെന്നും നീതിയുടെ നഗരമെന്നും വിളിക്കപ്പെടും. ഹല്ലേലൂയ. നീ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ദൈവം നിന്നെ ആ കെണിയിലേക്ക് തള്ളിവിട്ട ശത്രുക്കളുടെ മേൽ അവിടുന്ന് പ്രതികാരം ചെയ്യും. നിന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ കാത്തിരിക്കുന്നു. ആണ് പറഞ്ഞത്, നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ നിന്നെ അവിടുന്ന് ചൂളയിൽ ശുദ്ധി ചെയ്തെടുക്കും. നിന്നിലെ വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. നിനക്ക് തെറ്റായ ഉപദേശം നൽകിയവരെയും തെറ്റായ നിനക്ക് ന്യായാധിപന്മാരുടെ പക്ഷത്ത് നിന്ന് തെറ്റായ രീതിയിൽ നിന്നെ നയിച്ചവരെയെല്ലാം അവിടുന്ന് പുനഃസ്ഥാപിക്കും. നിന്നെ വിശ്വസ്ത നഗരമെന്നും നീതിയുടെ നഗരമെന്നും വിളിക്കപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ വന്ന തെറ്റുകളെക്കുറിച്ച് അനുദപിക്കാം. ദൈവം എന്നെ കാത്തിരിക്കുന്നു, എന്നെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. എന്നിലെ വിലകെട്ട ലോകം അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നെ ശുദ്ധീകരിച്ച് ദൈവസാന്നിധിയിലേക്ക് എന്നെ എത്തിക്കുന്നു. ഞാൻ ഇനി മുതൽ വിശ്വസ്തമായും നീതിയോടും ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹം ഞങ്ങൾ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.